ഇടിച്ചക്ക വെച്ചിട്ട് ഒരു മസാലക്കറിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ഇടിച്ചക്ക എടുക്കുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുരു മൂക്കാത്ത ഇടിച്ചക്ക എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിൻ്റെ മടൽ മാത്രം കളഞ്ഞാൽ മതി, ബാക്കി എല്ലാ സംഭവവും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചൊക്കെ നമ്മൾ തൊലിയൊക്കെ ചെത്തി കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കറക്കും പുറത്തിരുന്നാൽ. അപ്പോൾ ഇത് ചെത്തിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കറുപ്പ് നിറം വരില്ല. എല്ലാത്തിൻ്റെയും മടലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. തീരെ ചെറുതായി പോകരുത്, മുറിക്കുമ്പം അത് കുഴഞ്ഞു പോകും. എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ജാലിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളം വാലാനായിട്ട് വെക്കണം. ഇനി മസാലയ്ക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്ത് ഒന്ന് ചതച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു സവോള, 2 പച്ചമുളക്, 1.5 തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ച ചക്ക നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ വേണ്ടാത്തവർ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഒരുപാട് വെന്ത് പോകണ്ട, ഒരു 80% വെന്താൽ മതി. ബാക്കി 20% മസാലയ്ക്കകത്ത് കിടന്ന് തന്നെ വേകണം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട്. ഇത് മതി, ഇത് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ജീരകം, പച്ചമല്ലി ചതച്ചത്, പെരുംജീരകം ഇത്രയും ചേർത്തൊന്ന് മൂപ്പിക്കാം. ഇത് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റാം. ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവോളയുടെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. തക്കാളിയിലെ വെള്ളം എല്ലാം തന്നെ ഇറങ്ങിക്കോളും, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് ജീരകം പൊടിച്ചത്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കസൂരി മേത്തിയും കൂടെ ചേർക്കാം. ഒപ്പം കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുക്കുന്നുണ്ട്. മസാല ഡ്രൈ ആകാതിരിക്കാനാണ് വെള്ളം തളിക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് വഴറ്റാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചക്ക ചേർത്ത് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ചക്കയിൽ മസാല നന്നായിട്ട് പിടിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ തളിച്ചു കൊടുത്താൽ മതി. ഇനി അല്പം മല്ലിയിലയും കൂടെ ചേർക്കാം. ചക്ക വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയായില്ലേ. ചോറിനും ചപ്പാത്തിക്കും ഒപ്പം ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണും വരേക്കും താങ്ക് യു.